നമസ്കാരം, സച്ചാ ഭാരതിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 മണിക്കൂറത്തെ ധ്യാനത്തിന് ശേഷം വിവേകാനന്ദ പാറയിൽ നിന്നും നടയിറങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും തിരിച്ച് ദില്ലിയിലേക്ക് പോകുകയും ചെയ്തു. കേരളത്തിലേക്ക് ധ്യാനത്തിനായി നരേന്ദ്രമോദി വന്ന അപ്പോൾ മുതൽ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതികരണമാണ് അഴിച്ചുവിട്ടത്. പ്രത്യേകിച്ച് മമതാ ബാനർജിയും കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായ ഖാർഗെയും വളരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. നരേന്ദ്രമോദി ഇലക്ഷന്റെ ഈ സമയത്ത് ഇങ്ങനെ ധ്യാന നിമഗ്നനായി ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ പലപ്പോഴും ഊന്നിപ്പറഞ്ഞു. എന്തുകൊണ്ടാണ്, എന്ത് കാര്യത്തിലാണ് അവരെ നരേന്ദ്രമോദിയുടെ ഈ ധ്യാനം ഭീതിയിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അവരുടെ പാർട്ടിയിലെ ആർക്കെങ്കിലും ഉണ്ടോ എങ്കിൽ അത് വെളിവാക്കണം. നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്നത് എല്ലാ ഇലക്ഷൻ പ്രചരണങ്ങളും കഴിഞ്ഞിട്ടാണ്. 2014-ലും 2019-ലും അദ്ദേഹം ഇങ്ങനെ ധ്യാന നിമഗ്നനായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു രാജാവും അദ്ദേഹത്തിന്റെ എല്ലാ പടയോട്ടങ്ങൾക്ക് ശേഷവും വിശ്രമിക്കുന്ന ഒരു പതിവുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ അവർ ധ്യാനത്തിലേക്ക് പോകുകയും തങ്ങളുടെ ഊർജം വീണ്ടും സമാഹരിക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ധ്യാന നിമഗ്നനായി ഇരിക്കുകയും ചെയ്യും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പലരെയും പേടിപ്പിക്കുന്നത്, പലരെയും ഭയപ്പെടുത്തുന്നത് അദ്ദേഹം കാണിച്ചു തരുന്ന പല കാര്യങ്ങളുമാണ്. എന്താണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് സംവദിക്കുന്നത്? അദ്ദേഹം സംവദിക്കുന്നത് ഈ രാജ്യത്തിന്റെ, ഈ ഭാരതത്തിന്റെ സവിശേഷമായ പാരമ്പര്യത്തെയാണ് അദ്ദേഹം കൃത്യമായും വ്യക്തമായും ജനങ്ങളുടെ സമക്ഷം വയ്ക്കുന്നത്. ഇവിടെ മതേതരമല്ല ഈ രാഷ്ട്രത്തിന്റെ അസ്തിത്വം എന്ത്, അടിത്തറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള മഹാഋഷികൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്ന് ഇപ്പോഴുള്ള പല രാഷ്ട്രീയ കക്ഷികൾക്കും അറിയില്ല എങ്കിൽ അവർ മറക്കപ്പെടുന്നു. അതിനെ തുറന്നു കാട്ടുകയാണ് നരേന്ദ്രൻ ആധുനിക കാലത്ത്. നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നത് ഊർജ സമാഹരണമാണ്. 3-ാം വട്ടം അവസരം കിട്ടുകയാണെങ്കിൽ, കിട്ടുമെന്ന് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാണ്. കിട്ടുമ്പോൾ ആ ഊർജവുമായി അദ്ദേഹം പുതിയ ഇന്ത്യയെ, അദ്ദേഹം പറഞ്ഞു ഇതൊരു ട്രെയിലർ മാത്രമാണ്, ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറയും. ആ വലിയ കർമ്മത്തിന് വേണ്ടി ഊർജം സമാഹരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും അദ്ദേഹം മടങ്ങുമ്പോൾ പലരെയും അത് പേടിപ്പെടുത്തുന്നുണ്ടാവാം. അങ്ങനെ പേടിക്കുന്നവർ പേടിക്കട്ടെ. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. സ്വന്തം പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.